അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇപ്പോൾ പ്രിയേനെയും സുധീനെയും തമ്മിൽ അടുപ്പിക്കുക, അവർ തമ്മിൽ എങ്ങനെ ഇപ്പം ഞാൻ കണ്ടുമുട്ടിപ്പിക്കുക, ദിവസേന അവർ തമ്മിൽ കണ്ട അവർ തമ്മിൽ ഇഷ്ടമായിക്കോളും, പിന്നെ ആ കല്യാണം എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ നടത്തി കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി ഇങ്ങനെ സ്കൂൾ ബസ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിമല ആൻറ്റീനെയും ആദ്യനെയും കാണുക. ആ സമയത്ത് നമ്മുടെ സച്ചി ഓടി പോകുന്നുണ്ട് അവരുടെ അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇപ്പം എന്താ എന്നെ കണ്ട അങ്ങനെ ഒഴിഞ്ഞു മാറണത്, എന്താ ഞാൻ ആൻറ്റിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പോൾ ആൻറ്റിക്ക് എന്താ എന്നോട് വല്ല ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിമല പറയേണ്ടേ ഒന്നുമില്ല സച്ചി, എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. നമ്മുടെ സച്ചിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വന്നിട്ട് വീട്ടിൽ പോയിട്ട് നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ തന്നെ വിമല ആൻറ്റിയെ കണ്ടു, പക്ഷേ സ്കൂളിൽ നിന്ന് എന്നെ കാണുമ്പോൾ മിണ്ടണില്ല, എന്നോട് വല്ലാത്തൊരു ദേഷ്യം പോലെ, നീ എന്താണെന്ന് വിളിച്ചു നോക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി വേഗം ഫോൺ എടുത്തിട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത്, ആൻറ്റിക്ക് എന്താ സച്ചിയേട്ടനെ കണ്ട് മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ആൻറ്റി പറയണ്ടേ ഒരു കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞിട്ട്, എന്നാൽ ഞങ്ങൾ ഈ ഞായറാഴ്ച അങ്ങോട്ട് വീട്ടിലേക്ക് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വിമല ആൻറ്റിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. ഇനി ശ്രുതി ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ശ്രുതി ആണെങ്കിലും അവർ തമ്മിലുള്ള ഫോൺ വിളി മുഴുവനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ വിമലയെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്, അമ്മ ഇനി ഒരുപാട് സച്ചിയോട് അടുക്കാൻ പോകണ്ട, സച്ചി ഇങ്ങോട്ട് വന്നാൽ എൻ്റെ ജീവിതം ആകെ പ്രശ്നത്തിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ ദേവുവിൻ്റെ അടുത്തേക്ക് അരുൺ വരുന്നുണ്ട്. അരുൺ വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് അനുസരിക്കാൻ പറ്റുമോ, ഞാൻ പറയുന്നതൊക്കെ ഒന്ന് ചെയ്യുമോ, എന്നാൽ നമ്മുടെ വിവാഹം നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ദേവ് ചോദിക്കേണ്ടത് എന്താണ്, എന്തായാലും അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാളുടെ രജിസ്റ്റർ മാരേജ് ആണ്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.